ഞാനിപ്പോൾ കൊടുവള്ളിയിലാണ് നിൽക്കുന്നത്. കോഴിക്കോടിൻ്റെ സുവർണ്ണ നഗരിയായ കൊടുവള്ളിയിൽ ഡിസംബർ പകുതിയിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ SKSSFൻ്റെ സർഗലയത്തോടനുബന്ധിച്ച് ബിരിയാണി ചലഞ്ച് നടക്കുകയാണ്. സർഗലയം എന്ന കലാമാമാങ്കത്തിൻ്റെ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏകദേശം 15,000-നും മേലെ പൊതികൾ ബിരിയാണിയാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം. നമ്മോടൊപ്പം സ്വാഗത സംഘ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള മുസ്തഫ ഉദവി ഉസ്താദ് ഉണ്ട്. ഉസ്താദെ, നമ്മുടെ ബിരിയാണി ചലഞ്ചിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളമായി ഒരുക്കങ്ങൾ, എന്തൊക്കെയാണ് ഈ തലേ ദിവസമായ ഇന്ന് നമ്മൾ ബിരിയാണി ചലഞ്ചിന് വേണ്ടിയിട്ട് എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്? അൽഹംദുലില്ലാ, നമ്മൾ കോഴിക്കോട് ജില്ല SKSSFൻ്റെ സർഗലയത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ബിരിയാണി ചാലഞ്ചാണ്. കൊടുവള്ളി മേഖലയാണ് ഈ വർഷം ജില്ലാ സർഗലയത്തിൻ്റെ ആതിഥ്യം ഏറ്റെടുത്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയാക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ചാലഞ്ച് ഇവിടെ അൽഹംദുലില്ലാ നമ്മുടെ പ്രവർത്തകർ, SKSSFൻ്റെ പ്രവർത്തകരുണ്ട്, SBBയുടെ പ്രവർത്തകരുണ്ട്, പ്രത്യേകിച്ച് SBBയുടെ ഹിദമ, നമ്മുടെ SKSSFൻ്റെ വിഖായ, അതുപോലെ മേഖലയിലെ നമ്മുടെ പ്രവർത്തകർ, മറ്റ് നമ്മുടെ ഇവിടുത്തെ സന്നദ്ധ സേവന സംഘങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ PTH ഒക്കെ എടുത്തു പറയേണ്ട സേവനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഉണ്ട്. അൽഹംദുലില്ലാ. നമ്മളെ ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് എത്ര പാക്കറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? നിലവിൽ നമ്മൾ കൊടുവള്ളി മേഖലയിലും അതുപോലെ ഇത് നമ്മുടെ പരിസരത്തെ ഏകദേശം 7ഓളം മേഖലകളിലും ഒരു ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതൊരു 15,000 അറൗണ്ട് പാക്കറ്റ് തയ്യാർ ചെയ്ത് വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ 15,000-തോളം പേർക്കാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നാളെ നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത്? വിതരണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കൃത്യമായ പ്ലാനിങ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പരിസരത്തുള്ള 7 മേഖലകളും, പ്രത്യേകിച്ച് കൊടുവള്ളി മേഖലയിൽ തന്നെ ഇതിൻ്റെ ഒരു 70% നമ്മുടെ കൊടുവള്ളി മേഖലയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഓർഡർ ഉള്ളത്. പിന്നെ നമ്മുടെ പരിസരത്തുള്ള മേഖലകളിൽ. അപ്പോൾ നമ്മുടെ വിഖായയുടെ പ്രവർത്തകർ, അതുപോലെ ഇതിൻ്റെ പ്രത്യേകമായ വിങ്ങുകളുണ്ട്. നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റിക്ക് കീഴിലുള്ള ഇതിൻ്റെ വിങ്ങുകൾ, ഈ വിങ്ങുകൾക്കൊക്കെ ഓരോ ഡ്യൂട്ടികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതലേ ഏകദേശം ഒരു 6 മണിയോടുകൂടി നമ്മൾ ഇതിൻ്റെ പാക്കിംഗ് പൂർത്തീകരിച്ച് വിതരണം നമ്മൾ ആരംഭിക്കും. അപ്പോൾ ഓരോ ടീമിനെ നമ്മൾ ഓരോ റൂട്ടിലേക്ക് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ ആ വിതരണം അവർ കൃത്യമായി നിർവഹിക്കും. അപ്പോൾ കൃത്യമായ സമയം നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം വിഭവ സമാഹരണം എത്രത്തോളം ജനപങ്കാളിത്തം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്? വലിയ രൂപത്തിൽ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർ, സമസ്തയെയും SKSSFനെയും ഒക്കെ സ്നേഹിക്കുന്ന സഹോദരിമാർ, അവരുടെ ഒരു സപ്പോർട്ട് നമ്മളിതിലേക്ക് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. 1000-ഓളം പേരുള്ള സഹോദരിമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെ, വയനാട് വരെ ജില്ലകളിൽ നിന്നുള്ള സഹോദരിമാരടക്കം അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സമസ്തയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ അതിൽ ജോയിൻ ചെയ്തു. ആ ഗ്രൂപ്പിലൂടെ അവർ ഇതിനു വേണ്ടി ഓരോ കിലോ 2 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അരി, മാംസം, അതുപോലെ ഇന്ന് നമ്മൾ കൊടുവള്ളി പരിസരത്തുള്ള സ്ഥാപനങ്ങളിലെ മുത്താലിമീങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു സംഗതി കൂടി നമ്മൾ ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഓരോ മുത്താലിമീങ്ങളുടെയും ഭക്ഷണം ഓരോ ഓഫർ ചെയ്തിട്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളത് അവർ ഏറ്റെടുത്തിട്ട് ഞങ്ങൾ കഴിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് പകരമായി മുത്താലിമീങ്ങൾ കഴിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി അവർ കൂടെ നിന്നു. അൽഹംദുലില്ലാ, അതൊക്കെ വലിയ രൂപത്തിൽ നമുക്ക് വിജയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ജില്ലയുടെ പരിപാടി എന്നതിലുപരി മറ്റുള്ള ജില്ലകളിലെ സഹോദരിമാർ കൂടെ ഈ ഒരു പരിപാടി ഏറ്റെടുത്തു എന്ന് പറയാം. അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് സഹോദരിമാർ ഞാൻ പ്രത്യേകം പറഞ്ഞത് അവർ അങ്ങനെ തന്നെ കൂട്ടമായ പരിശ്രമം ആ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ SKSSFൻ്റെ പ്രവർത്തകർ, മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ ഇതിൻ്റെ സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ ഫൈനാൻസ് കമ്മിറ്റിയുടെ കൺവീനറാണ് നമ്മുടെ നവാസ് ദാരിമി, അവരടക്കമുള്ളവർ എല്ലാം ഇറങ്ങി പ്രവർത്തിച്ച് ഓരോ പ്രവർത്തകരെ കണ്ട്, ഷോപ്പുകളിൽ പോയി ബിസിനസ്സുകാരെ കണ്ട്, നമ്മുടെ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളെ കണ്ട്, എല്ലാവരെയും നമ്മൾ നേരിൽ കണ്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നു. ഏറെക്കുറെ നമുക്ക് വിഭവ സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വളണ്ടിയർ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് കണ്ടാലറിയാം. വിക്കായൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ SBBയുടെ ഹിദമയുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഫുൾ ടൈം നമ്മോടൊപ്പം കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം എനർജിയാണ് നമുക്ക് അവർ കിട്ടുന്നത്? തീർച്ചയായും. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു സ്വാഗത സംഘം മീറ്റിംഗ്, ഇതിൻ്റെ ലാസ്റ്റ് ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിങ്ങിൽ നമ്മൾ കാര്യമായിട്ട് പങ്കെടുത്ത ആളുകൾ പങ്കുവച്ചിട്ടുള്ളൊരു സംഗതി, ഇത് നമ്മുടെ കൊടുവള്ളി മേഖലയിലേക്ക് കൂടെ എത്തിയതോടുകൂടി നമ്മുടെ സംഘടനാ രംഗം സജീവമായി, ലൈവായി, എല്ലാവരും ഉണർന്നു.
എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു 2 ആഴ്ചയോളായി നമ്മുടെ സ്വാഗതസംഘം ഓഫീസ് ഫുൾ ടൈം വർക്കിംഗ് ആണ്. ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു 5-10 ആളുകൾ നമ്മുടെ പ്രവർത്തകർ അവിടെ വന്ന് സംസാരിക്കുകയാണ്, ഒരു ചർച്ച ചെയ്യുകയാണ്, കാര്യങ്ങൾ വിലയിരുത്തുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമ്മുടെ വിഖായുണ്ട്, നമ്മുടെ SBBയുടെ പിന്നെ ഹിദ്മയുണ്ട്. ഹിദ്മ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. നേരത്തെ ഹിദ്മയുടെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കൊടുവള്ളി മേഖലയിൽ താമരശ്ശേരി മേഖല SBBയുടെ ഹിദ്മ വിഭാഗം നമ്മുടെ ഈ ഒരു ബിരിയാണി ചാലഞ്ചോട് കൂടി ഒന്നുകൂടി ജനങ്ങൾ അറിയുന്ന രൂപത്തിൽ സജീവമായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ എല്ലാവരും ഇത് നമ്മൾ വിഖായും അതുപോലെ പിന്നെ ഹിദ്മയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കൊടുവള്ളിയിലൊക്കെ ഉള്ള നമ്മുടെ PTH അടക്കമുള്ള നമ്മുടെ പിന്നെ വളണ്ടിയേഴ്സ് സന്നദ്ധ സേവക സംഘങ്ങളടക്കം ഇതിന് പിന്തുണയറിയിച്ച് അവരിവിടെ വന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരണങ്ങൾ നടത്തേണ്ടത്, അവർ നേരത്തെ നടത്തിയതിൻ്റെ അനുഭവം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളടക്കം നമുക്ക് അവർ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ അവസാനം വരെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ആത്മവിശ്വാസമാണ് ഇതിൻ്റെ സ്വാഗതസംഘം കമ്മിറ്റിക്കുള്ളത്. അതെ, വളരെ വലിയ ഒരുക്കങ്ങളാണ് നാളെ നടക്കുന്ന ബിരിയാണി ചലഞ്ചിലേക്ക്. നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ആളുകൾ, വിക്കായയുടെ ആളുകൾ, അതുപോലെ തന്നെ SBBയുടെ ഹിദ്മയുടെ ആളുകളെല്ലാം തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കുന്നുണ്ട്. നമ്മോടൊപ്പം ജില്ലാ SKSFൻ്റെ ജനറൽ സെക്രട്ടറി റാഷിദ് കാക്കുനി ഈ കലവറയിലേക്ക് കടന്നു വരികയാണ്. ഇതിൻ്റെ കാര്യങ്ങളും പരിപാടികളും ഒക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ SKSFൻ്റെ ജനറൽ സെക്രട്ടറി റാഷിദ് കാക്കുനി, അതുപോലെ തന്നെ സ്വാഗത സംഘത്തിൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്വാലിഹ് നിസാമി അടക്കമുള്ളവർ കടന്നു വരുന്നുണ്ട്. നമുക്ക് റാഷിദ് കാക്കുനിയോട് ചോദിക്കാം, എത്രത്തോളം ഒരുക്കങ്ങൾ ഈ ഒരു സംവിധാനം എത്രത്തോളം ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്? അൽഹംദുലില്ലാ, വളരെ നല്ല രൂപത്തിലാണ് കൊടുവള്ളിയിൽ ജില്ലാ സർഗലയത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. അടുത്ത മാസം 12, 13, 14, 15 തീയതികളായി നടക്കുന്ന സർഗലയത്തിലേക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സ്വാഗതസംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ബിരിയാണി ചലഞ്ച് നാളെ നടക്കുന്നത്. ഏകദേശം കണക്കുകൾ കൃത്യമായി പുറത്തു വിട്ടിട്ടില്ല. ഏതായാലും മനസ്സിലാക്കുന്നത് 10,000-ന് മേലെ നമ്മൾ 15,000-ന് മേലെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മളൊരു 15,000 ആയിരുന്നു നമ്മൾ ഓർഡർ നമ്മൾ പ്രതീക്ഷിച്ചത്. അതിലപ്പുറം ഓർഡറുകൾ ഈ നാട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കൊടുവള്ളി പ്രദേശത്തും കൊടുവള്ളിത്തിൻ്റെ പരിസരത്തെ പ്രദേശത്തുള്ള മേഖലകളും ഭൂരിഭാഗം ഓർഡറും ഈ മേഖലയിൽ നിന്നാണ് വന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ സർഗലയം ഈ നാടും ഈ സമൂഹവും ഈ മണ്ഡലവും ഏറ്റെടുത്തിട്ടുണ്ട്. ജില്ലാ സർഗലയം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം വലിയൊരു പ്രൗഢമായി ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പരിപാടിയായി സർഗലയം മാറും എന്ന് യാതൊരു സംശയമില്ല. സർഗലയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രചാരണ രീതിയാണ് ഈ മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. ഫണ്ട് സ്വരൂപിക്കുക എന്നതിലുപരി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രചാരണം എല്ലാവരിലേക്കും ഇതിൻ്റെ ഒരു പ്രചാരണം സന്ദേശം, സർഗലയത്തിൻ്റെ സന്ദേശം എത്തുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ രീതിയിൽ പരമാവധി ജില്ലയിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കൊടുവള്ളി പ്രദേശത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ സർഗലയത്തിൻ്റെ പ്രചാരണം ഈ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. കാരണം വെറും ഒരു ബിരിയാണി ചലഞ്ച്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു ബിരിയാണി ചലഞ്ച് ഫണ്ട് ശേഖരണം മാത്രമല്ല, ഈ ഇങ്ങനൊരു സർഗലയം അടുത്ത മാസം 4 ദിവസങ്ങളിലായി കൊടുവള്ളി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊടുവള്ളി പ്രദേശത്തുള്ള എല്ലാ ആളുകളും അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും 2 ആഴ്ചയോളം സർഗലയത്തിന് ബാക്കിയുണ്ടെങ്കിലും ആളുകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു. എല്ലായിടത്തും ഇതിൻ്റെ പ്രചരണം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്ററുകളും ബാനറുകളും ഇതിന് ആവശ്യമില്ലാത്ത രൂപത്തിൽ അതിൽ അപ്പുറം ഇതിൻ്റെ എല്ലാ യൂണിറ്റിലും പരിസര മേഖലയിലും കൊടുവള്ളിയിൽ ദാറുൽ അസർ പ്രദേശത്ത് ഇങ്ങനൊരു സർഗലയം, ജില്ലാ സർഗലയം അടുത്ത മാസം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രചരണം വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു. അതിലപ്പുറം ഓരോ വീട്ടിലും നാളെ ഇത് അറിയാൻ വേണ്ടി പോകാൻ യൂണിറ്റിലുള്ള ഭാരവാഹികൾ ഈ ബിരിയാണി ചലഞ്ചിൽ ഭാഗമായി അവർക്ക് നാളെയുള്ള ഉച്ചഭക്ഷണം അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നതോടുകൂടി ഇങ്ങനൊരു സർഗലയം ഇവിടെ നടക്കുന്നത് ഉണ്ട് എന്നുകൂടി ആളുകൾ ഒന്നുകൂടി അറിയാൻ പോകുന്ന ഒരു വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ നാസർക്കയാണ്. നമ്മൾ നാസർക്കയുടെ അടുത്തേക്ക് പോവുകയാണ്. നാസർക്ക, എത്രത്തോളമായി ഈ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ 15,000 പൊതിക്കുള്ള ഇത് ഒരുക്കങ്ങൾ റെഡി കൊണ്ടുവയ്ക്കുകയാണ്. ഞങ്ങളിതിൻ്റെ മുമ്പേ ഒരുവിധം സ്ഥലത്തൊക്കെ ഇങ്ങനെ നമ്മളിവിടെ വന്നപ്പം കണ്ടത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിയ കാറ്ററിംഗ് സർവീസാണ് താങ്കളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. എങ്കിലും കൂടുതലായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകളുണ്ട്. സ്വതവേ നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് ലഭിക്കുമോ? സഹായത്തിനോ മറ്റോ? സഹായിക്കൽ കൂടുതലും ഇത്ര ആവേശം എല്ലായിടത്തും കാണലില്ല. എന്നാലും ഇവിടെ നല്ല ഉന്മേഷമായിട്ടാണ് നമ്മുടെ പണികളൊക്കെ കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിലുള്ള സഹായ പ്രവർത്തനങ്ങളാണ്. നല്ല എളുപ്പമുള്ള സഹായ സഹകരണങ്ങളാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. നല്ല
സഹകരണമാണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലയുടെ SKSFൻ്റെയും അതുപോലെ തന്നെ ഈ മേഖലയുടെ കൊടുവള്ളി മേഖലയുടെ SKSFൻ്റെയും മറ്റ് സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയും ഒക്കെ നേതാക്കന്മാർ നമ്മോടൊപ്പം ഉണ്ട്. സ്വാലി നിസാമി ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ സിദ്ദീഖ് വൈസി ഉസ്താദ് അടക്കമുള്ള ഒട്ടനവധി ആളുകളും ഉണ്ട്. എത്രത്തോളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു? ഇനി എന്തെല്ലാമാണ് നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ? അൽഹംദുലില്ലാ, ഇതിൻ്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണല്ലോ. സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവുകളുണ്ടാവും. അപ്പോൾ അതും അതിലുപരി ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥയുടെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടുക, അതുകൂടിയാണ് ഈ ചലഞ്ചിൻ്റെ ഉദ്ദേശം. അൽഹംദുലില്ലാ, ഒരുപാട് പ്രവർത്തകർ പല ദേശത്ത് പല സ്ഥലത്തുനിന്ന് ഇവിടെ വന്നുകൂടി. അതോടൊപ്പം തന്നെ നാളെ എല്ലാ വീടുകളിലും ഇതിൻ്റെ സന്ദേശം എത്തി. ഡിസംബർ 4 ദിവസം നമ്മുടെ സർഗലയിൽ നടക്കുന്നവരെല്ലാവരും അറിയും. അതാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ നമുക്കുള്ള നേട്ടം എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ SBVയുടെയും അതുപോലെ തന്നെ SKSF വിക്കായുടെയും ഒക്കെ പ്രവർത്തകർ സജീവമായിട്ട് ഇത് രാവിലെ മുതൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാടിന് നൽകുന്ന സന്ദേശം? അൽഹംദുലില്ലാ, നല്ല നിസാമി ഉസ്താദ് സൂചിപ്പിച്ച പോലെ നല്ലൊരു സെറ്റപ്പുള്ള ഇസ്ലാമിക സമസ്തയുടെ ഒരു പടയണികൾ തന്നെ SKSBയുടെയും SKSFൻ്റെയൊക്കെ കർമ്മോത്സവ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടാനും അവരെ ആ ദീനിയായിരിക്കുന്ന ആവേശവും ഈ പരിപാടിയിലേക്ക് സമസ്തയിലേക്ക് അല്ലെങ്കിൽ ഈ സംവിധാനവുമായി കൊണ്ട് അടുപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതുകൊണ്ട് നമുക്കുള്ള സന്തോഷം.